ഹലോ ഗൈസ്, രാവിലെ 4:30 എല്ലാവരും എന്താ അക്കാഡമിക് ബ്ലോക്കിന്റെ മുന്നിൽ എന്നാലേ ഞങ്ങളെല്ലാവരും ഇന്നൊരു ട്രൈബൽ ക്യാമ്പിന് പോവാണ് കേട്ടോ, മൂന്നാറ്. ഇന്ന് ഞങ്ങൾ മൂന്നാറെത്തി, നാളെയാണ് കേട്ടോ ഞങ്ങൾ ക്യാമ്പ് തുടങ്ങുന്നത്. അങ്ങനെ ബസ്സിൽ ഞങ്ങൾ രാവിലെ പുറപ്പെട്ടിട്ട് ഏകദേശം ഒരു 10 മണി വരെ എല്ലാവരും ഉറക്കമായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല നെയ് റോസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ വണ്ടി നേരെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പാലക്കാട് എത്തിയപ്പോൾ നല്ല കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളെല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ തുടങ്ങി കേട്ടോ. പിന്നെ ബോറടിച്ചപ്പോൾ ഞങ്ങൾ ഗെയിമൊക്കെ കളിക്കാൻ തുടങ്ങി. ഇമ്പോസ്റ്റർ ഗെയിമും ദംഷിറാസും കാര്യങ്ങളൊക്കെ കളിച്ച് അടിപൊളിയാക്കി. അതിൻ്റെ ഇടയിൽ നമുക്കിപ്പോൾ ലഞ്ചില്ല കേട്ടോ. നമ്മൾ ലഞ്ച് റെഡി ആക്കിയിട്ടുള്ളത് നമ്മളെ സ്റ്റേയിലായിരുന്നു. അപ്പോൾ സ്റ്റേ എത്തുന്നത് വരെ ലഞ്ചില്ലാത്തതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഓരോരുത്തരും സ്നാക്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല ഉറക്കമാണ് കേട്ടോ, ക്ഷീണത്തിൽ. അങ്ങനെ വൈകുന്നേരം ഒരു 5 മണിയായപ്പോഴാണ് ഞങ്ങൾ മൂന്നാർ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും വൈകിയാണ് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചക്ക് കഴിക്കേണ്ട ലഞ്ച് വൈകുന്നേരം കിട്ടിയിട്ടുണ്ട്. നല്ല നെയ്ച്ചോറും ഗോബി മഞ്ചൂരിയനും പായസമൊക്കെ ആയിരുന്നു കേട്ടോ അവിടുന്ന് കഴിക്കാൻ. പിന്നെ എല്ലാവരും പുറത്ത് വൈബായിട്ട് ഇരുന്ന് കഴിച്ചു. പിന്നെ നല്ല റോസാപ്പൂവിന്റെ തോട്ടം ഉണ്ടായിരുന്നു കേട്ടോ. കണ്ട പ്ലാസ്റ്റിക് പോലെ തോന്നുന്നെങ്കിൽ എല്ലാം ഒറിജിനലായിരുന്നു. ചെമ്പൻകൊളുമ്പൻ ശാസ്ത്ര സേവാ യാത്ര, ഇതാണ് കേട്ടോ ഞങ്ങളെ ക്യാമ്പിന്റെ പേര്. അങ്ങനെ സൈറ്റ് സീയിങ്ങിനായിട്ട് വൈകുന്നേരം ഇപ്പം ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൊട്ടടുത്തുള്ള ചായത്തോട്ടത്ത് പോയി നല്ല ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈവനിങ് ആയതോടെ മൂന്നാറിന്റെ തണുപ്പൊക്കെ വരാൻ തുടങ്ങി. പിന്നെ നടന്ന് ലാസ്റ്റ് ഞങ്ങൾ ചെന്നെത്തിയത് ഏലക്കത്തോട്ടത്തിന്റെ നടുവിലായിരുന്നു കേട്ടോ. സംഭവം ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയതാണെങ്കിലും നടന്ന് അവസാനം കാടിന്റെ ഉള്ളു വരെ കയറിപ്പോയിട്ടുണ്ട് കേട്ടോ. നടന്നു തുടങ്ങിയപ്പോൾ എക്സൈറ്റ്മെന്റ് കൂടി ലാസ്റ്റ് ഫൈനലി ഞങ്ങൾ ചെന്നെത്തിയത് ഞങ്ങളെ സ്റ്റേന്റെ അടുത്തോട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ അവിടെ കമ്പിട്ട് ബ്ലോക്ക് ചെയ്തോണ്ട് തന്നെ ഞങ്ങൾ അതിൽ കൂടെ തന്നെ നടന്നു പോയിട്ട്. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടുമ്പോൾ ഇങ്ങനെ നടക്കാൻ എന്ത് രസാല്ലേ. കുറച്ച് അഡ്വഞ്ചറസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങളെ വാലന്റൈൻസ് ഡേ നല്ല അടിപൊളിയായിരുന്നു വേണം കേട്ടോ പറയാൻ. അങ്ങനെ ചായത്തോട്ടത്തിൽ കൂടെ തന്നെ തിരിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ. ഇനി ഞങ്ങൾക്ക് തിരിച്ച് സ്റ്റേയിൽ പോയി ഞങ്ങൾക്ക് ഇന്ന് കിടക്കാനുള്ള റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അങ്ങനെ സ്റ്റേയിലെത്തിയപ്പോൾ നല്ല വെളിച്ചൊക്കെ ലൈറ്റൊക്കെ രാത്രി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള പള്ളിയിൽ പള്ളിപ്പെരുന്നാൾ നടക്കുന്നത് നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് നടക്കുന്നതിൻ്റെ ഇടയിൽ കട്ട് ചെയ്ത് പള്ളിപ്പെരുന്നാളിന് പോയിട്ടുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു പള്ളിപ്പെരുന്നാൾ കാണുന്നത്. അങ്ങനെ കുറച്ചു നേരം പള്ളിയുടെ ഉള്ളിലൊക്കെ പോയിട്ട് ഞങ്ങൾ അവിടെ നേരം കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ഒരു 1/2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂത്തിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിൽ ഇറങ്ങി ഒരു കൊച്ചിന്റെ കയ്യിൽ ഐസ്ക്രീം കണ്ടതോടെ എനിക്കൊരു ഐസ്ക്രീം വാങ്ങാൻ മോഹൻ തോന്നി. അങ്ങനെ ഫൈനലി ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. തിരിച്ച് സ്റ്റേയിലെത്തിയപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളും ക്യൂ നിന്ന് ഫുഡൊക്കെ വാങ്ങി. ഉച്ചക്കത്തെ പോലെ തന്നെ നെയ്ച്ചോറും ഗോബി മഞ്ചൂരിയൻ ചപ്പാത്തിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റെയിൻ ഡാൻസും DJ ഒക്കെ മൊത്തത്തിലൊരു വൈബ് പരിപാടിയായിരുന്നു. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റിട്ട് ക്യാമ്പിന് പോകണം കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ കുറേ നേരം സംസാരിച്ചിരുന്ന് ടെന്റ് പോയി കിടന്നുറങ്ങിയിട്ട് നല്ല തണുപ്പാണ് കേട്ടോ. രാവിലെ എങ്ങനെ